കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ദിസ് ഈസ് ഡ്രാഗൺ ബിയാർഡ്. ഞാൻ വളർത്തുന്നതിന്റെ പെറ്റാണിത്. അടുത്ത നിമിഷം പല്ല് കടിച്ചുള്ള പാർട്ടിയുടെ പറച്ചിലിൽ തെല്ലൊരു അത്ഭുതത്തോടെ തിങ്കളവനെ നോക്കി. ഒന്നിനെയൊക്കെ പെറ്റായി വളർത്തുക എന്ന് പറഞ്ഞാൽ നീ പുകയോട് നിറച്ചുകൊണ്ട് എന്റെ ചെക്കൻ എന്തെങ്കിലും പറ്റിയിരുന്നില്ലല്ലോ. പിന്നെയും ചാടിക്കടിക്കും പോലെയുള്ള ചെക്കന്റെ സംസാരം. ഇപ്പൊ തിങ്കളുടെ മുഖവും മുറുകിയിട്ടുണ്ട്. ആൾ വേഗം തന്നെ തിരിഞ്ഞൊരു വടിയെടുത്ത് അവിടെ കിടന്ന് പുകയുന്നൊക്കെ തട്ടിപ്പൊത്തി നീക്കി മാറ്റി വെച്ച് ഇതൊക്കെ നാളെ അപ്പുറത്തെങ്ങാനും വിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചവൾ. താൻ കാരണം ആരുടെയോ ഓന്തൊന്നും ചാവേണ്ട. ആൾ ചെയ്യുന്ന സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് പാർത്തിയും നിൽക്കുന്നുണ്ട്. പുകയൊതുങ്ങിയതും പറഞ്ഞ കുറച്ച് കൂടിപ്പോയെന്നൊരു തോന്നൽ പാർത്തിക്ക് അന്നേരം തോന്നി. നോക്കുമ്പോൾ തിങ്കളവന് നോക്കാതെ തിരിഞ്ഞു പോകുന്നു. ഹലോ ഡോ. കൈ ഉയർത്തി അവൻ നീട്ടി വിളിക്കുമ്പോൾ പെണ്ണ് തിരിഞ്ഞൊരു നോട്ടം നോക്കി. ഒറ്റപ്പുരികം മാത്രം ഉയർത്തി എന്നൊരു നോട്ടം. പാർത്തിയുടെ ഇടനെഞ്ച് പിടിക്കാനൊരു നിമിഷം മറന്നുപോയി. അതിനുകൂടെ അവൾ വിളിച്ചു എന്തിനാണെന്ന് അവൻ വിട്ടുപോയി. തിങ്കൾ മുഴുവനായി അവന് നേരെ തിരിഞ്ഞു. എന്താ? കടുപ്പം നിറഞ്ഞവളുടെ ചോദ്യം. താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഫിഷിന് പേരിട്ടോ? അടുത്ത നിമിഷം അവനങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ തിങ്കളുടെ നോട്ടം ഒന്ന് കൂർത്തു. ഇത്ര നേരം ചാടിക്കടിച്ചവന്റെ കുശലം ചോദിക്കലിൽ തന്നെയുണ്ട് ഒരു കല്ലുകടി. അതിനപ്പുറം അവന്റെ ചോദ്യത്തിലും പ്രശ്നമുണ്ട്. കാരണം മീനിന്റെ പേര് അവൻ അറിയാം. ഒരു ദിവസം മുന്നേ ചാന്ദിനി അവളോട് പറഞ്ഞിരുന്നു, പാച്ചുവിന് മോള് മീനിട്ട പേര് ഇഷ്ടായില്ല. ആ വലിയ കൊമ്പത്തെ ആളല്ലേ, എനിക്ക് പക്ഷെ നല്ല ഇഷ്ടമായിട്ടോ മോളുടെ ആ പേര്. അങ്ങനെ ചാന്ദിനി പറഞ്ഞെങ്കിൽ അവൻ ഈ പേര് അറിയാതിരിക്കോ? അറിയെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഒന്ന് പറയടോ, അറിയാനുള്ള കൊതിയുണ്ടല്ലേ? മിണ്ടാ നിൽക്കുന്നവളെ കണ്ട് ആ അരമതിൽ മുട്ടുകുത്തി വെച്ച കൈക്കുള്ളിൽ തന്നെ മുഖം ചേർത്ത് മനോഹരമായവനൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അവന്റെ കുഞ്ഞിക്കണ്ണുകൾ ഒന്നുകൂടെ ചുരുങ്ങി. എന്നാലും തിങ്കളിന്റെ മുഖം മുറുകി തന്നെയാണ് ഇരിപ്പ്. പക്ഷെ അവനുള്ള മറുപടി അവൾ കൊടുത്തു. ചീക്കു. ഒട്ടും മയമില്ലാതെ അവൾ പറഞ്ഞു നിർത്തിയിട്ടും അവന്റെ ചിരിയൊന്നും മാഞ്ഞില്ല. കൊള്ളാം, ഫിഷിനിടാൻ പറ്റിയ പേര്. ഒന്ന് താങ്ങി അവനത് പറയുമ്പോൾ തന്നെ അവൻ കളിയാക്കിയതാണെന്ന് സംശയമായ അവൾക്ക്. തന്റെ ഈ പെറ്റിന്റെ പേരെന്താ? തിരിച്ചവളുടെ ചോദ്യത്തിൽ അവന്റെ മുഖത്ത് ചിരി മാഞ്ഞു. ഇക്രു. അന്നേരം പെണ്ണിന്റെ ചുണ്ടിന്റെ കോണിൽ കുഞ്ഞൊരു ചിരി അവൻ കണ്ടു. ശരിയെന്നാ. അത് പറഞ്ഞ് തിങ്കൾ തിരിഞ്ഞങ്ങ് പോകുമ്പോൾ ഒട്ടും മോശമല്ല പെണ്ണെന്നൊരു പറച്ചിലോടെ പാർത്തി ഇക്രുവിനെ നോക്കി തിരിഞ്ഞടന്നു. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, വടി കൊടുത്ത് അടി വാങ്ങിച്ചല്ലേ. റെസ്റ്റോറൻറ്റുകളിൽ വരുന്ന പ്ലെയിൻ കൂർത്തയും പാൻറ്റും എടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഓഫ് വൈറ്റിൽ റെസ്റ്റോറൻറ്റ് നിറത്തിൽ വലിയ പൂക്കൾ നിറഞ്ഞ ദുപ്പട്ട ഭംഗിയായി വൺ സൈഡിൽ പിൻ ചെയ്തു വെച്ചതിന് ശേഷമാണ് തിങ്കൾ ബാക്കി ഒരുക്കങ്ങളിലേക്ക് കടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് പാർട്ടിയുടെ കൂടെ നേരത്തെ ഇറങ്ങുമ്പോൾ തിങ്കളിനെ വിളിച്ച് വേഗം എത്തിയേക്കണേ മോളേന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചാണ് ചാന്ദിനി പോയത്. വന്നേക്കാമെന്ന് അവളും പറഞ്ഞു. അല്ലെങ്കിലും പോകണമെന്ന് മിഥുനും മറ്റുള്ളവരും വന്ന് ക്ഷണിച്ചപ്പോൾ തന്നെ തിങ്കൾ തീരുമാനിച്ചതാണ്. പോവാതിരിക്കാൻ വേണ്ടി ആൾക്ക് വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ. പരിപാടികളൊക്കെ കാണാം, ആസ്വദിക്കാം. കാതിലെ സ്റ്റഡ് കമ്മൽ മാറ്റി ഹാങ് ചെയ്യുന്ന ടൈപ്പ് മെറ്റൽ കമ്മലിട്ട് കണ്ണുമെഴുതി പൊട്ടും കുത്തിയതോടെ പെണ്ണിന്റെ മുഖത്തെ മിനുക്കുപണി കഴിഞ്ഞു. അരയോളം ഒഴുകി കിടക്കുന്ന മുടി മുഴുവൻ വാരി പോനീറ്റയിൽ കൂടെ കെട്ടിവെച്ച് ചീക്കുവിന് ഫുഡ് കൊടുത്ത് അവനോട് യാത്ര പറഞ്ഞ് പേഴ്സും ഫോണും എടുത്ത് തിങ്കൾ വാതിൽ പൂട്ടി ഇറങ്ങി. 2 മണി കഴിഞ്ഞിട്ടുണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. റോഡിൽ അങ്ങനെ ആരെയും കാണാനില്ല. എല്ലാവരും പരിപാടി നടക്കുന്നിടത്തായിരിക്കുമെന്ന് തോന്നിയവൾക്ക്. ആ തോന്നൽ തെറ്റിയൊന്നുമില്ല. അങ്ങോട്ടേക്ക് എത്തുന്നേരം കണ്ടു ക്ലബിന് ചുറ്റും ഗ്രൗണ്ടിലായി ജനക്കൂട്ടം. സ്വാഗത പ്രസംഗം നടക്കുമ്പോഴാണ് തിങ്കൾ വന്ന് ഉയർത്തി കെട്ടിയ സ്റ്റേജിന് മുമ്പിലായി നീളത്തിൽ വരികളായി കസേരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കസേരകളിൽ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. സീറ്റ് കിട്ടാത്തവരോ ഇരിക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തവരും പിന്നിലായി അണിനിരന്ന് നിൽക്കുന്നു. ദുപ്പട്ട ഒതുക്കി പിടിച്ച് മുന്നിലേക്ക് കയറുകളുടെ നോട്ടം ചുറ്റുമൊന്ന് പാഞ്ഞു. എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു കാണാൻ ഒരു കസേരയ്ക്ക് വേണ്ടി അവൾ ചുറ്റും നോക്കുമ്പോൾ അവളെ കണ്ട് മനസ്സിലായ നാട്ടുകാരിൽ പലരും പലതും പിറുവിറുക്കുന്നുണ്ട്. തിങ്കൾ അങ്ങനെ നോക്കുന്നതിനിടക്കാണ് ഇടത്തെ സൈഡിലായ സ്റ്റേജിന് തൊട്ടു മുന്നിൽ നിന്ന് 3ാമത്തെ വരിയിലൊരു കൈ അവൾക്ക് നേരെ ഉയരുന്നു. തന്നോടാണോ അതെന്നറിയാതെ തിങ്കളുടെ നെറ്റിയൊന്ന് ചുളിയുമ്പോൾ ചാന്ദിനി അടുത്ത നിമിഷം അവിടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞു. അവിടുന്ന് എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് പോവാൻ പ്രയാസമാണ്. പിന്നെ തിങ്കളുടെ നമ്പരൊക്കെ അന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ചാന്ദിനി വായിച്ചിരുന്നു. ഇവിടെ ഞാൻ സീറ്റ് പിടിച്ചിട്ടുണ്ട്, മോൾ ഇങ്ങ് വാ. പ്രസംഗത്തിനിടയിൽ വിട്ടുവിട്ടാണ് സംസാരിക്കുന്ന കേട്ടെങ്കിലും കാര്യങ്ങൾക്ക് പിടികിട്ടി. ചാന്ദിനിയുടെ അടുത്തേക്ക് തന്നെ നടന്നു അവൾ. സ്റ്റേജിന് സൈഡിൽ നിന്നിരുന്ന പാർത്തിയുടെയും മിഥുന്റെയും നോട്ടം ഒരുപോലെ ചാന്ദിനിയുടെ അടുത്തേക്ക് നടക്കുന്ന തിങ്കളിൽ വന്ന് വീണു. ആരുടെ ആവശ്യത്തേക്കാണ് അവൾ നടന്നത്. മിഥുൻ അവൾ കൈ ഉയർത്തി കാണിക്കുമ്പോഴേക്കും ചാന്ദിനിയുടെ അടുത്ത സീറ്റിലേക്ക് അവൾ ഇരുന്നത് പാർത്തി ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയടക്കി. അങ്ങനെ തന്നെ വേണോ നിനക്ക്? കടും നീല കളർ ബ്ലൗസും സെറ്റും മുണ്ടുമായ തിരുവാതിരയുടെ കോസ്റ്റ്യൂമിൽ മാലയും വളയും ഒക്കെ അണിഞ്ഞ് അത്യാവശ്യം ഒരുങ്ങിയാണ് ചാന്ദിനിയും പ്രവീണയും ഇരിക്കുന്നത്. അവരുടെ നടുക്കാണ് തിങ്കളിനെ പിടിച്ച് ചാന്ദിനി ഇരുത്തിയത്. കാണാൻ നന്നായിട്ടുണ്ടോ മോളെ? പ്രവീണയുടെ ആകാംക്ഷയോടുള്ള ചോദ്യത്തിൽ തിങ്കൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ തലയാട്ടുമ്പോൾ സന്തോഷത്തിൽ തിളങ്ങി അവരുടെ മുഖം.
അതവൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന കടുപ്പം ഇന്ന് തിങ്കളിന്റെ മുഖത്തില്ല. അല്ലെങ്കിലും പ്രവീണയോട് തിങ്കളിന് യാതൊരു പ്രശ്നവുമില്ല. അന്ന് പിന്നെ നല്ല മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ അവൾ. പരിപാടിയിലെ സ്പെഷ്യൽ ഗസ്റ്റ് ഒരു സീരിയൽ നായികയാണ്. കെടാവിളക്കിലെ നായികയാണെന്ന് ചാന്ദിനി പറയുമ്പോൾ തിങ്കൾ വെറുതെ തലയാട്ടിയുള്ളൂ. ദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർ പ്രദീപനും സ്ഥലം എസ്.ഐ സുരേന്ദ്രൻ സാറും അങ്ങനെ ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളും എല്ലാം ക്ലബിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു വർഷത്തെ കണക്കും കാര്യങ്ങളും അങ്ങനെയെല്ലാം ബോധിപ്പിച്ചു. ആശംസയും നന്ദിയൊക്കെ കഴിയുമ്പോൾ 5 മണിയോളമായി. അതിനിടയിൽ ചായ വിതരണമൊക്കെ ഉണ്ടായിരുന്നു. 5:30 തിരുവാതിര. അത് കഴിഞ്ഞ് മറ്റു കലാപരിപാടികൾ. പെട്ടെന്ന് കസേരയും മറ്റൊതുക്കി റെഡിയാക്കി എല്ലായിടവും തിക്കും തിരക്കും. തിങ്കളിടത്തേക്ക് ഒതുങ്ങി മാറി നിന്നു. ചാന്ദിനി പോകും മുന്നേ ഈ വശത്ത് നിന്നാൽ തന്നെ നന്നായി കാണാമെന്ന് പറഞ്ഞാണ് പോയത്. അതാണ് അവൾ അവിടെ പോയി നിന്നതും. വേറെ ആളുകൾ അവിടെയുണ്ട്. പക്ഷെ അവൾക്കടുത്ത് നിന്ന് അകലമിട്ടാണ് നിൽപ്പ്. തിരക്കിനിടയിൽ മിഥുനെപ്പോഴോ അവളോട് ചെന്ന് എന്തോ മിണ്ടിയും പറഞ്ഞു പോകുന്നു. പണികൾക്കിടയിൽ പാർത്തിയും ശ്രദ്ധിച്ചു. തിരുവാതിരയ്ക്ക് എല്ലാവരും റെഡിയായി നിന്ന് തുടങ്ങി. അന്നേരം തന്നെയാണ് ആരോ തനിക്ക് അടുത്തേക്ക് വന്ന പോലെ തിങ്കൾ തിരിഞ്ഞു നോക്കുന്നത്. അവളുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന മന്മുവിനെ അവൾ തെല്ലൊരു കൗതുകത്തോടെ നോക്കി. ആൾ നോക്കുന്നുണ്ട്. അവനും അവളിൽ നിന്ന് തല ഉക്കി നോക്കി നാക്കി നീട്ടി കാണിച്ചു. വീണ്ടും തല തിരുവാതിരക്കാരുടെ നേരെ തിരിച്ചു വെച്ചു. അവൻ്റെ അമ്മയും കളിക്കാനുണ്ടല്ലോ. ഇവിടെ ഇരുന്നാലാണ് ശരിക്കും അവനും കാണുള്ളൂ. ഇരുട്ടങ്ങനെ പടർന്നിട്ടില്ലെങ്കിലും ഗ്രൗണ്ടിൽ ലൈറ്റുകൾ തെളിഞ്ഞു. തിരുവാതിരയുടെ പാട്ട് പാടുന്നവർ അണിനിരുന്നു. എല്ലാവരും സെറ്റുമുണ്ടാണ്. ബ്ലൗസിന്റെ കളറിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും കൂടുതലും നീലമയം തന്നെയാണ്. തിരുവാതിര തുടങ്ങി. പാട്ടും നൃത്തവും ഒന്നിനൊന്ന് മെച്ചമായി നടക്കുന്നു. കുമ്മിയടിയൊക്കെ അടിപൊളിയായി തന്നെ എല്ലാവരും ചെയ്തു. തിങ്കൾ നിൽക്കുന്നതിന് നേരെ എതിർവശത്താണ് പാർത്തിയും മറ്റുള്ളവരും നിന്നിരുന്നത്. കുമ്മിയടിയിലെ എല്ലാവരുടെയും ആ കുനിയിലാണ് ആളെ അവൻ പിന്നെയും കാണുന്നത് തന്നെ. ത്രിസന്ധ്യാ നേരത്തെ അന്തിച്ചുവപ്പിന്റെ ഭംഗിയവൻ ഒരു നിമിഷം അവളിൽ കണ്ടു. അവന് മാത്രമല്ല, മറ്റു പലരുടെയും നോട്ടം ഒരു പ്രാവശ്യമെങ്കിലും ആ ഒറ്റയ്ക്ക് നിൽക്കുന്നവളിൽ തട്ടിത്തടഞ്ഞങ്ങ് പോയിരുന്നു. അതാണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. താരയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. തിരുവാതിര കളിക്കാനൊന്നും അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭാമിനി കളിക്കുന്നുണ്ട് തിരുവാതിര. നല്ലൊരു പാവക്കുട്ടിയെ കൊണ്ടുവച്ച പോലെ അത്രയും അഴകിൽ നിൽക്കുന്നവളെ കുശുമ്പ് കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത രീതിയിലാണ് താര നോക്കിയത്. ഇവർക്ക് വീട്ടിലിരുന്നാ പോരെ, ആണിഞ്ഞൊരു ഇങ്ങോട്ട് വരേണ്ട എന്താ ആവശ്യമിരിക്കുന്നു? അത് ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടി നിൽക്കുന്ന അവസ്ഥയിൽ താരക്ക് രോഷടക്കാൻ കഴിയുന്നില്ല. അതിനൊപ്പം ഒരു ചെറിയൊരു ആശ്വാസം അവൾക്ക് തോന്നി. ശ്രീത്ത് വന്നിട്ടില്ല ഇവിടേക്ക്. ശ്രീയേട്ട വന്ന് ചേച്ചി എത്ര ഭംഗിയിലൊക്കെ കണ്ട. ആലോചിക്കാൻ വയ്യ അവൾക്ക്. അവളങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ തിരുവാതിര കഴിഞ്ഞിട്ടുണ്ട്. താര എന്തോ തീരുമാനിച്ച പോലെ പെട്ടെന്ന് നിന്നിടത്ത് നിന്ന് തിങ്കളിനടുത്തേക്ക് നടന്നു. തിരുവാതിര കഴിഞ്ഞു പിന്നെ ഒരു ഒതുക്കവും പാച്ചിലുമായിരുന്നു. കസേരകളെല്ലാം സ്റ്റേജിന് മുമ്പിൽ ഒതുക്കിയിടണമല്ലോ. അതിന് ക്ലബിന്റെ ഭാരവാഹികൾ മാത്രമല്ല, കസേര എടുത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി ആളുകൾ ഓടുന്നുണ്ട്. താര അതിനിടയിലൂടെ തപ്പിപ്പിടിച്ചു വരുമ്പോൾ തിങ്കളിനെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ശ്രീപ്രിയ അർച്ചന മോളെയും കൊണ്ട് അവൾക്ക് അടുത്തേക്ക് വരുന്നത്. സെറ്റ് മുന്നിലാണ് ശ്രീപ്രിയ. തിരുവാതിരയ്ക്ക് അവളും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ താരയുടെ അടുത്ത് നിർത്തിയാണ് ഭാമിനിയും ശ്രീപ്രിയയും കളിക്കാൻ പോയത്. കളി കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞ് കയ്യിൽ ഒരു കവറും പിടിച്ച ആളുകൾക്കിടയിൽ പകച്ചു നിൽക്കുന്നുണ്ട്. തിങ്കളുടെ കാണാനുള്ള വ്യഗ്രതയിൽ പാഞ്ഞപ്പോൾ കൊച്ചിനെ അവൾ മറന്നു. ആ നീ വന്നോ പ്രിയ, ഇവിടെ നീ ടീച്ചറെ അടുത്തേക്കാക്ക്, ഞാനിപ്പോ വരാം. ആ രണ്ടുപേരെയും നോക്കി പറയലും തിങ്കളെ അന്വേഷിച്ച് താര അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ശ്രീപ്രിയ അവൾ അത്രയും ഇഷ്ടക്കേടോടെ നോക്കി കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കവറും വാങ്ങിച്ച് ചാന്ദിനി ടീച്ചറുടെ അടുത്തേക്ക് നടന്നു. അർച്ചന മോളും ചെറിയൊരു ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. ക്ലബിനുള്ളിലാണ് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ. കുഞ്ഞിനെയും കൊണ്ട് ചാന്ദിനിയെയും നോക്കി ശ്രീപ്രിയ അകത്തേക്ക് നടക്കുമ്പോൾ പാർത്തി പുറത്തേക്ക് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു. മുട്ടിയില്ലെന്ന് പറഞ്ഞ് അവനങ്ങനെ വന്നു നിൽക്കുമ്പോൾ ശ്രീപ്രിയയുടെ നെഞ്ചിരിപ്പ് ഏറി. മെറൂണും കരിനീലയും ചേർന്ന ചെക്ക് ഷർട്ട് അവന്റെ വിയർപ്പിലൊട്ടി ദേഹത്തോട് ചേർന്ന് കിടക്കുന്നു. തുറന്നിട്ട ബട്ടൺസിനിടയിലൂടെ കാണുന്നവന്റെ നെഞ്ചിലേക്ക് പോയ കണ്ണുകൾ വെപ്രാളത്തോടെ മാറ്റിയവൾ. അലസമായി പാറിക്കിടക്കുന്ന മുടിയിഴകളിൽ പലതും ആ വിരിനെറ്റിയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. തനിക്ക് നേരെയല്ലാതെ അർച്ചനമോട് നേർക്ക് നീണ്ട ആ നീണ്ട പീരികൾ നിറഞ്ഞ മിഴികളിൽ അവളുടെ നോട്ടം തറഞ്ഞു നിന്നു. ഇതുവരെ ഒരുങ്ങിയിട്ടില്ല അർച്ചനക്കുട്ടി, വേഗാവട്ടെ, പഠിച്ച ഡാൻസാണ് കാത്തിരിക്കില്ലേ ഞങ്ങള്? കുറുമ്പോടെ കുഞ്ഞിന്റെ തലയിൽ പിടിച്ച് ഞൊട്ടിയവൾ പറയുമ്പോൾ നാണത്തിൽ ചിരിച്ച് അവനെ മുഖമുയർത്തി നോക്കി കുഞ്ഞിപ്പെണ്ണ്. ഒരു നിമിഷം അവന്റെ മിഴികൾ ആ കുഞ്ഞിക്കണ്ണുകളിലേക്ക് ചുരുങ്ങി. കടുങ്കാപ്പി നിറത്തിലെ ആ പളങ്കുമണികൾ അവന്റെ ഉള്ളിൽ മറ്റൊരു മുഖവും കൂടെ തെളിയിച്ചു. പാർത്തി ആ കുഞ്ഞിക്കവിളും തട്ടി കണ്ണു ചിമ്മി ചിരിയോടെ അവരെ മറികടന്നു പോകുമ്പോൾ മുണ്ടും മടക്കി കുത്തിയവന്റെ പോക്ക് ഒരിക്കൽ കൂടെ നോക്കിന്നാണ് ശ്രീപ്രിയ അകത്തേക്ക് കയറിയത്. ചേച്ചി നോക്കി തിങ്കളെ കണ്ടുപിടിച്ചിട്ടുണ്ട് താര. ചേച്ചി ഇത് എന്ത് ഭാവിച്ച ഇങ്ങോട്ടൊക്കെ വരുന്നത്? തിരിഞ്ഞു നോക്കിയവളോട് പല്ലുകടിച്ചൊരു ചോദ്യം. തിങ്കൾ പുരികൊന്ന് ചുളിച്ചു. ആൾക്കാർ എന്തൊക്കെയാ പറയുന്നറിയോ? ഓരോരുത്തരുടെ നോട്ടം കാണും മനുഷ്യരുടെ തൊലിയിരിക്കുന്നു. ദേഷ്യം അടക്കി പിടിച്ചവളുടെ സംസാരം. തൊലിയിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കെ. നീ പറഞ്ഞു വരുത്തിയ അത്രയും ആരും ഇവിടെ ഒന്നും പറയുന്നില്ല.
തിങ്കളുടെ പറച്ചിലും നോട്ടത്തിലും വിളറിപ്പോയെങ്കിലും താരക്ക് മതിയായിട്ടില്ല. ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ വന്നിരിക്കുന്നതിൽ ചേച്ചിക്ക് ഒരു നാണം തോന്നില്ലേ? ഇത്രയും തൊലിക്കെട്ടി എങ്ങനെ കിട്ടി? ആരാ എന്നോട് ഈ പറയുന്നു? ഇതിനുള്ള മറുപടി ഞാൻ മുന്നേ നിനക്ക് തന്നിട്ടുണ്ട്. എന്റെ നാണവുമാനം നീ അളക്കേണ്ട ആവശ്യമില്ല. എന്റെ മുന്നിൽ ഒന്നിങ്ങനെ സംസാരിക്കുന്നതിനുള്ള തൊലിക്കെട്ടിയുടെ 10 മതി എനിക്കിവിടെ വന്നു നിൽക്കാൻ. എന്റെ നാട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. നിന്റെ വീട്ടിലൊന്നല്ല ഞാൻ കയറി വന്ന്. എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്, അല്ല വലിഞ്ഞേറി വന്നല്ല. ഇനിയും നീ ഇമാതിരി വർത്തനായിട്ട് എന്റെ മുമ്പിൽ വന്നാ മോകടച്ചം തരാനും മടിയും കാണിക്കില്ലയാണ്. ശാന്തമായാണ് അവൾ പറഞ്ഞെങ്കിലും പേടിച്ച് പതുങ്ങിപ്പോയി താര. എന്റെ ജീവിതം ചേച്ചി നശിപ്പിക്കരുത്. തൊട്ടടുത്ത നിമിഷം കളമാറ്റി ചവിട്ടി കണ്ണു നിറച്ചുകൊണ്ട് അവിടെ പറച്ചിൽ. അവിടെ ഇവിടെയും നിൽക്കുന്നവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. എനിക്കും മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നിന്റെ തലക്ക് വല്ല അസുഖമുണ്ട് താരെ? ഒരു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുതെന്ന്. വീണ്ടും നീ ഇങ്ങനെ ചീപ്പ് ഷോ ഇറക്കുന്ന കാണുമ്പോൾ എനിക്ക് പുച്ഛാ തോന്നുന്നു. നിന്റെ കണ്ണീരാണ്ട് അലിയുന്ന പലരും ഇവിടെ ഉണ്ടാവും. അവരുടെ അടുത്ത് ഇറക്കിയാൽ മതി നിന്റെ ഈ നാടകം. എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എന്ത് ചെയ്തിട്ടാ ചേച്ചി? എന്താ ചെയ്ത് ഞാൻ വിവരിക്കണോ? കൈയും കെട്ടിയുള്ള അവളുടെ ചോദ്യം. അന്നേരം താരയുടെ കിളിമൊത്തം പോയി. ഒന്നും അധികം നാൾ ഒളിഞ്ഞിരിക്കില്ല താരേ. ഇങ്ങനെ പോയാൽ ഞാനായിട്ട് പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടതൊക്കെ അറിയേണ്ട സമയം നിന്റെ വാലിൽ തന്നെ എല്ലാവരും അറിയും. അതുകൊണ്ട് എന്റെ പിന്നാലെ വരാൻ നീ നിന്റെ കാര്യം നോക്കിപ്പോ. അത്രയും കൂടെ പറഞ്ഞു നിർത്തി നിങ്ങൾ തിരിഞ്ഞടക്കുമ്പോൾ ആകെ മൊത്തം മരവിച്ചാണ് കേൾക്കുകയാണ് താര. പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. ഇതിനിടയിൽ ബാമിനെയും ദിനേശിനെയും ശ്രീപ്രിയയും തിങ്കൾ കണ്ടിരുന്നു. പക്ഷെ അവരുടെ മുമ്പിൽ ചെന്നൊന്നും സംസാരിക്കാൻ അവർ നിന്നില്ല. തിങ്കളായിട്ട് പിന്നെ അവർക്കടുത്തേക്ക് പോവില്ലല്ലോ. താരയെ പോലെ കൈമോശം വന്ന ബന്ധങ്ങൾ. എന്നാലും നിന്റെ തിങ്കൾ ചേച്ചി കാണാൻ എന്തൊരു ഭംഗിയാടി എന്ന് ശ്രീപ്രിയോട് പോയി അവിടെ കൂട്ടുകാരികൾ അടക്കം പറയുമ്പോൾ അവള് തലയാട്ടി സമ്മതിച്ചു കൊടുത്തു. പരിപാടികൾക്കിടയ്ക്ക് തന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിരുന്നു. വെജ് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയുമാണ് ഫുഡ്. കൂടെ ഐസ്ക്രീമും ഉണ്ട്. ബഫേ സെറ്റപ്പാണ്. പരിപാടി കാണുന്നതിനിടയ്ക്ക് തന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ചാന്ദിനി ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നു കഴിഞ്ഞ് തിങ്കളിനടുത്തേക്ക് തന്നെയാണ് വന്നിരുന്നത്. ഭക്ഷണം കഴിച്ചോന്ന് അവളോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി അവൾ. പ്രവീണയും അവർക്കൊപ്പം വന്നിരുന്നു. കൂടെ പ്രണവിന്റെ അമ്മയുമുണ്ട്. അവന്റെ അനിയത്തി അവിടെ കൂട്ടുകാരികൾക്കൊപ്പം അപ്പുറത്തെങ്ങോ ആണ്. ആകാശിന്റെയും സൂരജിന്റെയും ഫാമിലി പിന്നെ അമ്പലത്തിന്റെ കിഴക്കേ വശമാണ്. അടുപ്പമുണ്ടെങ്കിൽ വേറെ കൂട്ടുകാരുടെ കൂടെ വന്നുകൊണ്ട് അവരപ്പുറത്താണ്. പ്രണവിന്റെ അമ്മയ്ക്കും തിങ്കളിനെ അറിയാം. ഈ നാട്ടിലുണ്ടായിരുന്ന ആണല്ലോ. എന്നാലും വലിയ പരിചയമെന്ന് പറയാനില്ല. ഭക്ഷണം വാങ്ങിക്കാൻ ചാന്ദിനിയും തിങ്കളും പോയി. പ്രവീണയും പ്രണവിന്റെ അമ്മ സുവിതയും സീറ്റ് പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. അല്ലെങ്കിൽ കസേര വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അവർക്കുള്ള ഭക്ഷണം കൂടെ വാങ്ങിച്ചാണ് തിങ്കളും ചാന്ദിനിയും വന്ന്. ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടുണ്ടായിട്ടാ ഈ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്? ആൺമക്കളൊക്കെ കൈവിട്ട് പോകുമ്പോൾ പഠിച്ചോളും. ഭക്ഷണം കൊണ്ടുവരുന്ന വഴിയിൽ കേട്ട ആ സംസാരത്തിൽ തിങ്കളും നിന്നു. തലയിരിച്ച് അവൾ ആ സംസാരം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ വെപ്രാളത്തോടെ ആ കൂട്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. മോളെന്താ നിൽക്കുന്നേ? വാ. ചാന്ദിനി അവൾ അവിടെ നിൽക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കി വിളിക്കുമ്പോൾ തിങ്കളുടെ നോട്ടം അവരിലേക്കായി. താൻ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ചാന്ദിനി അത് കേട്ട് കാണുമെന്ന് അവൾക്ക് ഉറപ്പാണ്. പക്ഷേ ആ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റവും കാണുന്നില്ല. തിങ്കൾ ചാന്ദിനിക്കൊപ്പം മുന്നോട്ട് നടന്നു. ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് വെള്ളം എടുത്തില്ലെന്ന് ഓർമ്മ വന്ന്. ഞാൻ പോയി എടുക്കാമെന്ന് പറഞ്ഞ് തിങ്കൾ എഴുന്നേൽക്കുമ്പോഴേക്കും മീതു എല്ലാവർക്കുമുള്ള വെള്ളവുമായി അങ്ങോട്ട് എത്തിയിരുന്നു. ചെറിയ കുപ്പിവെള്ളമാണ്. അവളത് വാങ്ങി വെച്ചു. മീതുൻ പോവാതെ ഒരു കസേര എടുത്തിട്ട് കുറച്ചേരം അവർക്കടുത്തിരുന്നു. ആകെ അലഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടവൻ. ഭക്ഷണം കഴിച്ചോടാ നിങ്ങള്? എവിടുന്ന്? പണിയല്ല ആൻറ്റി. ചന്തുവിനോട് പറഞ്ഞു നിർത്തുമ്പോൾ പ്രവീൺ ഒരു വായ അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് അവൻ കഴിക്കുകയും ചെയ്തു. ഫുഡ് കൊള്ളാം അല്ലേടി? തിങ്കളിന് നേരെ ഇരുന്നാണ് അവന്റെ സംസാരം. പെണ്ണ് തലയാട്ടിക്കൊണ്ട് വായിലുള്ള കഴിച്ചിറക്കി. പരിപാടിക്ക് എങ്ങനെയുണ്ട്? സമ്പലം കളറയില്ലേ? പഴയ പോലും നല്ലേടി. പിള്ളേരെല്ലാവരും അടിപൊളിയാ. മീതുനങ്ങനെ നിർത്താൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തിങ്കളെല്ലാം കേട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. 2-3 വട്ടം അമ്മയുടെ കയ്യിൽ നിന്ന് വായ വാങ്ങി കഴിച്ചെങ്കിലും പിന്നെയും തരുമ്പോൾ മതിയമ്മ എന്നും പറഞ്ഞ് മിഥുൻ മുഖം തിരിക്കുമ്പോൾ ഇതുകൂടെ കഴിക്കട എന്നും പറഞ്ഞ് കണ്ണുരുട്ടിയെടുത്തവരുള്ള പ്രവീണ വായിലേക്ക് വെച്ചു കൊടുത്തു. ഡാ പാർത്തിയുടെ ആ വിളിയുടെ ശബ്ദത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. എന്താടാ മനുഷ്യരെ പേടിപ്പിക്കുന്നോ? ചാന്ദിനിയാണ്. സ്വന്തം മോന്റെ അലർച്ചയിൽ വാരിയെടുത്ത് പിടി പ്ലേറ്റിലേക്ക് തന്നെ പോയെന്നേ. പാർത്തി അവരെ കണ്ണുരുട്ടി നോക്കി. ചാന്ദിനി അവൾ നോക്കി ചുണ്ടുകൂട്ടി. നീ ഇവിടെ വിശ്രമിക്കാതിരിക്കുന്നോ? എഴുന്നേറ്റ് വാടാ. കടിച്ചു പിടിച്ചവന്റെ പറച്ചിൽ മിഥുവിന് നേരെയാണ്. കുറച്ചേറെ ഇരിക്കട്ടെടാ. മിഥുൻ തന്റെ കസേരയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നവനെ തലമലർത്തി നോക്കി. നിന്നെ ഞാനിപ്പോ ഇരുത്താം വാ. പാർത്തിയുടെ കൈ കഴുത്തിലും തൊള്ളും നന്നായെന്ന് മുറുകി. മിഥുൻ ഇരുന്നിടത്ത് സ്വയം എഴുന്നേൽക്കുമ്പോൾ അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ചാന്ദിനിയും പറയുന്നുണ്ട്. ചെക്കനൊരു നോട്ടം നോക്കുമ്പോൾ നീ എന്തെങ്കിലും ചെയ്യ് എന്ന പോലെ തലയിരിച്ച് ചാന്ദിനി. മിഥുൻ എന്തൊക്കെയോ എണ്ണിപ്പെറുക്കിയാണ് പോകുന്നത്. അവനെയും കൊണ്ടുപോകുമ്പോൾ പാർത്തി പിന്നെയും തിരിഞ്ഞു നോക്കി. വെള്ളം കുടിക്കുകയാണ് അവൾ. ഇത്ര നേരം താൻ അവിടെ വന്നു നിന്നിട്ടും ഒരു നോട്ടം പോലും കിട്ടിയില്ല. ഈ പൊട്ടനോട് സംസാരിച്ചിരുന്നല്ലോ, എന്നെന്ത് ഇവിടെ കണ്ണിൽ പിടിക്കില്ലേ? വന്ന രോഷത്തിൽ അവന്റെ മുഖം ചുവന്നു കയറി. അതിന്റെ ഫലമായി മിഥുന്റെ തോളിൽ സെക്കൻഡ് കൈ പിന്നെയും മുറുകിയിരുന്നു. മലി ബൈക്കിന്റെ കീയും എടുത്തോ. നീട്ടി വിളിച്ചുള്ള ഗോപിനാഥന്റെ പറച്ചിൽ അകത്തു നിന്ന് ബൈക്കിന്റെ കീയും എടുത്ത് മല്ലിക പുറത്തേക്കെത്തി.
ഉമ്മറത്തെ ചാരികസേരയിൽ അമ്മ കൊണ്ടുകൊടുത്ത ചായയും കുടിച്ച് ഫോണിൽ നോക്കി നീണ്ടു നിവർന്ന് കിടന്നവന്റെ ശ്രദ്ധ ഒരു നിമിഷം അവരിലേക്കായി. ഷർട്ടിന്റെ കൈ മര്യാദക്ക് മടക്കി വെച്ചുകൊണ്ട് മല്ലികയുടെ കയ്യിൽ നിന്ന് കീയും വാങ്ങി ഗോപി പടിക്കിലേക്ക് ഇറങ്ങി. ചെരിപ്പിടുമ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് ശ്യാം അച്ഛന്റെ നേർക്ക് തിരിഞ്ഞു. അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള പോക്കാണല്ലേ? ഇഷ്ടക്കേട് നിറഞ്ഞവന്റെ ചോദ്യം. നിനക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നേ? സ്വന്തം മകനോട് കുത്തിരിക്കുന്നതാണെന്നില്ലേ? വേറെ പെണ്ണുങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനാണ് താല്പര്യം? ഇതിനുള്ള മറുപടി ഞാൻ നിനക്കൊരിക്കൽ തന്നാ. എന്ത്? ഈ ജോലി എനിക്ക് വാങ്ങിച്ചു തന്നാ ഇപ്പം എന്താ എനിക്ക് കുഴപ്പം? പിന്നെ ജോലിക്ക് പോകുന്ന ഒരാള് ഇനി പോയാൽ തന്നെ നീ അവിടെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് മുങ്ങിയാ അതിന്റെ പിന്നാലെ പോയി തൂങ്ങാൻ എനിക്ക് വയ്യ. 2-3 സ്ഥലത്ത് നീ ജോലിക്ക് പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. ഓ പിന്നെ എന്നിട്ടിപ്പോൾ അച്ഛൻ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് വലിയ പുണ്യവതിയാണല്ലോ. നിന്റെ ഈ വർത്താനം അവിടെ വെച്ച് നിർത്തിക്കാട്ടോ. വാട് ചെയ്യാനൊന്നും തരും നിനക്ക്. എന്താണ് അവൾക്കൊരു കുഴപ്പം? വായിൽ തോന്നിയൊക്കെ വിളിച്ചു പോയാറുണ്ടല്ലോ. ഗോപി ദേഷ്യത്തോടെ ശ്യാമിനെ നോക്കുമ്പോൾ അവനൊന്ന് പരിങ്ങി. ഞാനും നല്ല വിളിച്ചു പോയി നടക്കുന്നത്. അവിടെ അനിത്യ തന്നെയല്ലേ ചേച്ചിയുടെ കഥയ്ക്ക് നാട്ടുകാർക്ക് മുമ്പിൽ വിളമ്പിയത്? എന്നാലും ഫോണിലെ കവറിൽ നിന്ന് ചുരുണ്ടിയവൻ ചുണ്ടുകൂട്ടി പറഞ്ഞു നിർത്തി. സ്വന്തം ചേച്ചി സ്നേഹിച്ചവനെ അവള് ജയിലിൽ പോയ തക്കതിന് പ്രേമിച്ച് കിട്ടിയ അനിയത്തിയും കാമുകനും കൂടെ അവരുടെ ബന്ധം വെളുപ്പിക്കാനുണ്ടാക്കിയ ഒരു കള്ളക്കഥ വെള്ളം തൊടാൻ നിന്നെ പോലെയുള്ള മണ്ടന്മാര് വിശ്വസിക്കും. ഞാൻ ഇവളൊന്നും ആ കൂട്ടത്തിലില്ല. ഉണ്ടോടി? ഗോപി ഭാര്യയ്ക്ക് നേരെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ അവരും മടി കാണിച്ചില്ല. പിന്നെ അവൾ വെട്ടിക്കൊന്ന ആ വൃത്തികെട്ടനായിട്ട് അവൾക്ക് ബന്ധാത്രേ. ആ താരയുടെ കള്ളക്കണ്ണീരണ്ട് അതൊക്കെ വിശ്വസിച്ചേറെ പറഞ്ഞാൽ മതി. മല്ലിക പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.